എല്ലാവർക്കും ഡ്യുവോടെക് മലയാളത്തിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് ഞാൻ എത്തിയിരിക്കുന്നത് നിങ്ങളെ വാട്സാപ്പ് ഉപയോഗിക്കുന്ന എല്ലാവർക്കും ഉപകാരപ്പെടുന്ന ഒരു ആൻഡ്രോയിഡ് ആപ്ലിക്കേഷൻ പരിചയപ്പെടുത്താൻ വേണ്ടിയിട്ടാണ്. നമ്മൾ ഓൺലൈൻ കാണിക്കാതെ ചാറ്റ് ചെയ്യാനൊക്കെ ഒരുപാട് ആൻഡ്രോയിഡ് ആപ്ലിക്കേഷൻ ഉപയോഗിച്ചിട്ടുണ്ട്. എന്നാൽ ഇന്ന് അതേപോലെ തന്നെ ഓൺലൈൻ കാണിക്കാതെ ചാറ്റ് ചെയ്യാനും അതുപോലെ തന്നെ പിന്നീട് എക്സ്ട്രാ 3 ഫീച്ചറും കൂടെ തരുന്ന ഒരൊറ്റ ആപ്ലിക്കേഷൻ പരിചയപ്പെടുത്താൻ വേണ്ടിയിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത്. ഈ ആപ്ലിക്കേഷൻ തരുന്ന ഫീച്ചേഴ്സ് എന്തൊക്കെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഓൺലൈൻ കാണിക്കാതെ ചാറ്റ് ചെയ്യാൻ പറ്റും. നമ്മുടെ കൂട്ടുകാരൻ നമുക്ക് അയച്ചിട്ട് ഡിലീറ്റ് ചെയ്ത അല്ലെങ്കിൽ ഡിലീറ്റ് ഫോർ എവരിവൺ വഴി തിരിച്ചെടുത്ത മെസ്സേജ് വായിക്കാൻ പറ്റും. സ്റ്റാറ്റസുകൾ ഡൗൺലോഡ് ചെയ്യാൻ പറ്റും. പിന്നെ നമ്മളെല്ലാവരും ഒരുപാട് സെർച്ച് ചെയ്ത ഒരു ഓപ്ഷൻ ഉണ്ട്, നമ്മുടെ കൂട്ടുകാരൻ്റെ സ്റ്റാറ്റസ് അവൻ അറിയാതെ നമുക്ക് കാണാൻ പറ്റും. അപ്പോൾ ഈ 4 കിഡിലൻ ഓപ്ഷൻസ് തരുന്ന ഈ ആൻഡ്രോയിഡ് ആപ്ലിക്കേഷൻ്റെ വർക്കിംഗ് എങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം. അതിനു മുന്നേ ഞങ്ങളുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന സുഹൃത്തുക്കളുണ്ടെങ്കിൽ ഇപ്പോൾ തന്നെ താഴത്തെ ആ സബ്സ്ക്രൈബ് ബട്ടൺ അമർത്തി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. കൂടെ വരുന്ന ബെല്ലൈക്കൺ കൂടി ഇനേബിൾ ചെയ്യുക. അങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ ഞങ്ങൾ അപ്ലോഡ് ചെയ്യുമ്പോൾ തന്നെ നിങ്ങൾക്ക് ആ വീഡിയോ നിങ്ങളുടെ നോട്ടിഫിക്കേഷൻ ബാറിൽ കിട്ടുന്നതാണ്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. നോട്ടീസ് സേവ് എന്ന് പറഞ്ഞ ഈ ആപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്യുമ്പോൾ ഇതുപോലൊരു ഇൻ്റർഫേസ് ആയിരിക്കും വരുന്നത്. ഇതിൻ്റെ ലിങ്ക് ഞങ്ങൾ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് അവിടെ നിന്ന് ഫ്രീ ആയിട്ട് ഡൗൺലോഡ് ചെയ്യാവുന്നതാണ്. ആദ്യം കുറച്ച് ഓപ്ഷൻസ് ഒക്കെ അലോ ചെയ്ത് കൊടുക്കേണ്ടതുണ്ട്. അതൊക്കെ നമ്മൾ അലോ ചെയ്ത് കൊടുക്കണം. പിന്നീട് ഈ ആപ്ലിക്കേഷൻ്റെ ലിങ്ക് ഞങ്ങൾ കമൻറ്റ് ബോക്സിലും പിൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. നിങ്ങൾക്ക് അവിടെ നിന്നും ഇത് ഫ്രീ ആയിട്ട് ഡൗൺലോഡ് ചെയ്യാവുന്നതാണ്. നോട്ടീസ് സേവ് എന്നാണ് ഈ ആപ്ലിക്കേഷൻ്റെ പേര്. ആദ്യമായിട്ട് നമ്മൾ ഇതേപോലുള്ള ഇതെല്ലാം ഇനേബിൾ ചെയ്ത് കൊടുക്കുക. ഇതിനകത്ത് ബ്ലോക്ക് നോട്ടിഫിക്കേഷൻ എന്നുള്ളത് ആൾ ആപ്സ് എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ കാണാം. അതാദ്യം ഇനേബിൾ ചെയ്ത് കൊടുത്ത ശേഷം അതിൽ വാട്സാപ്പ് മാത്രം നമ്മൾ ഡിസേബിൾ ചെയ്യുക. അങ്ങനെ ചെയ്ത് കഴിയുന്നതിൻ്റെ ഉപയോഗം എന്തെന്ന് ചോദിച്ചാൽ നമുക്ക് അല്ലെങ്കിൽ ബാക്കി എല്ലാ ആപ്ലിക്കേഷൻ്റെയും നോട്ടിഫിക്കേഷൻ ഇതേപോലെ ഈ ആപ്ലിക്കേഷനെ കാണിച്ചുകൊണ്ടേയിരിക്കും. അത് അവോയ്ഡ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഇതേപോലെ ചെയ്യുന്നത്. ശേഷം നമ്മൾ ഓപ്പൺ ചെയ്യുമ്പോൾ നമുക്ക് ഇതുപോലെ ആയിരിക്കും വരുന്നത്. ഇതിനകത്ത് വാട്സാപ്പ് സ്റ്റാറ്റസ് എന്ന് പറഞ്ഞാണ് നമ്മുടെ കോൺടാക്ട്സ് ഇട്ടിരിക്കുന്ന എല്ലാ സ്റ്റാറ്റസുകളും നമുക്കിവിടെ ഇങ്ങനെ വന്ന് കിടക്കുന്നതായിരിക്കാം. അപ്പോൾ നമുക്കിവിടെ തന്നെ 2 ഓപ്ഷൻ ഉണ്ട്, നൗന്നും പിന്നെ അതുപോലെ തന്നെ സേവ്ഡ്. 2 ഇത് കാണാം. അല്ലാതെ നമുക്ക് എല്ലാ സ്റ്റാറ്റസും വീഡിയോ ഫോട്ടോ എല്ലാം നമുക്ക് കാണാൻ പറ്റും. വീഡിയോ ഒക്കെ നമുക്ക് ഏത് വേണമെങ്കിലും സേവ് ചെയ്യാനായിട്ട് താഴെ നമുക്കൊരു ഡൗൺലോഡ് ബട്ടൺ ഉണ്ട്. അത് ജസ്റ്റ് ഒന്ന് പ്രസ് ചെയ്ത് കൊടുത്താൽ വീഡിയോ ഫോട്ടോ ഇതെല്ലാം നമുക്കിവിടെ സേവ് ചെയ്യാൻ പറ്റും. പിന്നെ അതുപോലെ തന്നെ ഷെയറിങ് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്കൊരു ഓപ്ഷനായിട്ട് കാണാം. സേവ്ഡിൽ നോക്കുകയാണെങ്കിൽ നമ്മളിവിടെ സേവ് ചെയ്തിരിക്കുന്ന സ്റ്റാറ്റസുകൾ നമുക്കിവിടെ കാണാൻ പറ്റുന്നതാണ്. ഈ ആപ്ലിക്കേഷൻ എനിക്ക് തോന്നുന്നു ഒരുപാട് ആൾക്കാർക്കൊന്നും ഇതിനെക്കുറിച്ച് അറിയില്ല. അപ്പോൾ നമുക്കിതിൻ്റെ അടുത്ത ഓപ്ഷൻ എന്താണെന്ന് നോക്കാം. ഓൺലൈൻ കാണിക്കാതെ ചാറ്റ് ചെയ്യുന്ന അത് എങ്ങനെയാണ് എന്ന് നോക്കാം. ഇപ്പോൾ ജുനൈദ് എനിക്കൊരു മെസ്സേജ് അയച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്കത് നോക്കാം. അത് ജുനൈദിൻ്റെ മെസ്സേജ് ഇവിടെ വന്നിട്ടുണ്ട്. അപ്പം നമുക്ക് ആ മെസ്സേജുകളെല്ലാം ഇതുപോലെ ആയിരിക്കും നമുക്ക് വരുന്നത്. അതിപ്പോൾ ഞാനിവിടെ ഓപ്പൺ ചെയ്ത് വായിച്ചിട്ടുണ്ട്. അവൻ ഹായ് എന്നാണ് അയച്ചിരിക്കുന്നത്. ഇന്നിപ്പം അവൻ്റെ മൊബൈലിലേക്ക് നോക്കുകയാണെങ്കിൽ ഇവിടെ ബ്ലൂ ടിക്ക് വന്നിട്ടില്ല. അതായത് ഞാൻ സീൻ ചെയ്ത് അറിഞ്ഞിട്ടില്ല. ഞാനിപ്പോൾ മെസ്സേജ് തിരിച്ചയച്ചപ്പോഴും ടൈപ്പിംഗ് എന്നോ ഞാനിപ്പോൾ ഓൺലൈൻ ഉണ്ടോ ഒന്നും തന്നെ ഇവിടെ കാണിക്കുന്നില്ല. പക്ഷേ എനിക്ക് ഈസി ആയിട്ട് മെസ്സേജ് അയക്കാനും അവൻ അയക്കുന്ന മെസ്സേജുകൾ വായിക്കാനും പറ്റുന്നതാണ്. നിങ്ങൾക്ക് മനസ്സിലാക്കാം. ഇനി അടുത്തതായിട്ടുള്ള ഓപ്ഷൻ എന്ന് പറഞ്ഞാൽ മെസ്സേജ് അയച്ചിട്ട് ഡിലീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എങ്ങനെ കാണാൻ നോക്കാം. അതിനിപ്പം ജുനൈദിൻ്റെ ഫോണിൽ ഞാനിപ്പോൾ മെസ്സേജ് അയക്കുകയാണ്. അയച്ചിട്ട് അത് അപ്പോൾ തന്നെ ഞാൻ ഡിലീറ്റ് ചെയ്യുകയാണ്. സാധാരണ നമ്മുടെ വാട്സാപ്പിൽ ഇതിങ്ങനെ ഡിലീറ്റ് ചെയ്യുമ്പോൾ നമുക്ക് അപ്പോൾ തന്നെ വാട്സാപ്പിൽ നിന്ന് പോകും. എന്നിരുന്നാലും നമ്മൾ ഈ ആപ്ലിക്കേഷൻ ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ ഈ ആപ്ലിക്കേഷന് നമ്മൾ സാധാ പോലെ തന്നെ ജസ്റ്റ് ഒന്ന് ഓപ്പൺ ചെയ്ത് നോക്കുമ്പോൾ നമുക്ക് അയച്ച മെസ്സേജ് ഇതിന് മുന്നേ ആയിട്ട് നമുക്ക് കാണാൻ പറ്റുന്നതാണ്. ഇനി അടുത്ത ഓപ്ഷൻ എന്ന് പറഞ്ഞാൽ വാട്സാപ്പ് സ്റ്റാറ്റസുകൾ എങ്ങനെ കാണാമെന്നുള്ളതാണ്. ഈ സ്റ്റാറ്റസുകൾ കാണാമെന്ന് പറഞ്ഞാൽ നമ്മുടെ കോൺടാക്ട്സ് അപ്ഡേറ്റ് ചെയ്യുന്ന ഓരോ സ്റ്റാറ്റസും നമുക്ക് അപ്പോൾ തന്നെ അത് വീഡിയോ ആയാലും ഇമേജ് ആയാലും എന്തായാലും നമുക്ക് കാണാൻ പറ്റുന്നതാണ്. പക്ഷേ അവൻ്റെ വ്യൂവർ ലിസ്റ്റിൽ നമ്മുടെ പേര് കാണിക്കത്തില്ല. നമുക്കിത് വേണമെങ്കിൽ ഇവിടെ നിന്ന് സേവ് ചെയ്ത് ഉപയോഗിക്കാനും പറ്റും. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്നായിരുന്നു. ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. പുതിയ വീഡിയോകൾക്കായിട്ട് ബെല്ലൈക്കൺ കൂടി ഇനേബിൾ ചെയ്യുക.